ആ ആശു നല്ല കാറ്റല്ലടാ അവനെ. എന്താ എൻ്റെ ആശുക്കുട്ടി ലോറ നിൽക്കുന്നുണ്ടോ കാക്കയെ പിടിക്കാനായിട്ട്? കാക്കയെന്ന് പറഞ്ഞാൽ ഇതുപോലെ എൻ്റെ കൊച്ചുങ്ങൾക്ക് ഒരു ശത്രു. വേറെ ഒന്നുമല്ല, കാക്ക അവരെ ചോറെടുക്കാൻ വന്നിരിക്കുന്നത്. അത് അവർ വിട്ടു കൊടുക്കും, അവരെ ചോറെടുക്കാൻ വന്നാൽ അല്ലേ കളാ. എൻ്റെ ആശുക്കുട്ടൻ നിൽക്കുന്നത് ഇപ്പോൾ ആശുക്കുട്ടൻ്റെ പാത്രത്തിലെ ചോറൊക്കെ തിന്ന് തീർത്തിട്ട് എൻ്റെ ഓരക്കുട്ടിക്ക് ഇരിക്കുന്ന ചോറും കൂടെ തിന്നണം അവന്. അതിന് വേണ്ടിയിട്ടാണ് അവൻ കറങ്ങണത്. ഞാൻ അത് കഴിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവൻ്റെ പാത്രത്തിൽ ഇത് മാത്രം കഴിച്ചാൽ മതിയില്ല. അവൻ്റെ പാത്രം കണ്ട് ക്ലീനാക്കി വെച്ചു. ഇത് ക്ലീനാക്കി വെച്ചെന്നാൽ രാവിലെ കുറച്ച് പെഡിഗിരി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല. ഇപ്പോൾ നല്ല വെയിലും ചൂടും ഒക്കെ ചൂട് സഹിക്കാൻ വയ്യില്ല. അത് കാരണം ഉച്ചയ്ക്കൊന്നും ഫുഡെടുപ്പൊന്നുമില്ല. ഈ 6 മണി ആവാറാകുമ്പോൾ ഒന്ന് തുറന്നിട്ട് അത് ഉള്ളിലൊന്നും കൊടുത്താലൊന്നും കഴിക്കില്ല. ഈ പുല്ലിൽ കൊണ്ട് വെച്ച് കൊടുക്കണം. പുല്ലിലൊക്കെ ആകുമ്പോഴത്തേക്ക് പപ്പ വൈകുന്നേരം വെള്ളമൊക്കെ ഒഴിച്ച് ഇടുന്നതുകൊണ്ട് പുല്ലിൽ വന്ന് കിടക്കുമ്പോൾ ഒരു തണുവുണ്ടല്ലോ. അപ്പോൾ ആ തണുപ്പിൽ കിടന്നിട്ട് അവ കിടന്ന് ആസ്വദിച്ചാണ് കഴിക്കുന്നത്. ആ കൊച്ച് കഴിച്ച് കഴിഞ്ഞു. ഓറിച്ചിനെ വിട്ടിട്ടില്ല. ഓറിനെ വിട്ടാൽ ഇവർ തമ്മിൽ അടികൂടും. അപ്പോൾ ഇവൻ കഴിച്ച് തീർന്ന് ഇനി വെച്ചിരിക്കുകയാണ് മതിയാക്കിയിട്ട്. എന്നിട്ട് ഇനിയാണ് എനിക്ക് ഓറീനെ ഇവിടെ. അപ്പോഴത്തേക്ക് ഇവിടെ കാക്ക വന്നതിനാണ് ലോറയും ആശുക്കുട്ടനും കൂടെ ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. ആശു, ചോറെങ്ങനെ ഉണ്ടായിരുന്നു? ചോറെങ്ങനെ ഉണ്ടായിരുന്നു? മമ്മീൻ്റെ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. നോക്കട്ടെ ടേസ്റ്റ്, എൻ്റെ കൊച്ചിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്? നാക്കയിൽ കണ്ട നല്ല ടേസ്റ്റായിരുന്നു അല്ലേ? എൻ്റെ ചക്കരയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നേ. എൻ്റെ ആശുക്കുട്ടിക്ക് നല്ല ടേസ്റ്റായിരുന്നു അല്ലേ കളാ? ഇവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ് അടിയോനെ. ഒരു ഷേക്കൻ്റെ അടി വെക്കളെ മമ്മിക്ക്. എല്ലാവരും കാണട്ടടി വെക്കളെ. എൻ്റെ ചക്കര മമ്മി ചോദിച്ചാൽ ഉടനെ ഷേക്കൻ്റെയൊക്കെ തരണം. എല്ലാവരും കാണട്ടടാ. ഷേക്കൻ്റെ ഇട വിട്ടാ ചാടാ വേണ്ട. മമ്മി ബിരിയാണിയൊക്കെ വെച്ച് വന്നതൊക്കെ തിന്നിട്ട് മമ്മി ഒരു ഷേക്കൻ്റെ ചോദിച്ചാൽ തരൂല. ഞാൻ മിണ്ടില്ല. എല്ലാവരുടെ അടുത്തും പറയും നീ അഴുക്ക ചെക്കൻ, പറഞ്ഞാൽ കേൾക്കാത്ത ചെക്കനാണ് പറയും. ഒരു ഷേക്കൻ്റെ എനിക്ക് ചേക്കൻ്റെ അടി താടാ ഒരുമ്മ. അമ്മേൻ്റെ കയ്യിലൊരുമ്മ ഒരുമ്മ താടാ ഒരു മുട. അങ്ങനെയാണ് ചക്കര ചുമയൊക്കെ ചോദിച്ചാൽ തരും. കയറുന്നില്ലേ കൂട്ടിൽ? കാക്കേനൊക്കെ പിടിച്ച് കഴിഞ്ഞല്ലോ. നീ ചോറും തിന്ന് കഴിഞ്ഞല്ലോ. ഇനി വാ മക്കളെ വന്ന് കൂട്ടി കയറ്. എന്നിട്ട് വേണം എനിക്ക് ഓറിപ്പെണ്ണിനെ ഇവിടെ ഓറി വന്നിട്ട് അവളെ ചോറ് തിന്നിട്ട്. അല്ലെങ്കിൽ ആശിച്ചെറുക്കനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ ഓറിച്ചിൻ്റെ ഇറച്ചിയൊക്കെ പറക്കി തിന്നളയും ഉണ്ടോ. എൻ്റെ ഓറിക്കുട്ടീനെ കൂട്ടിലിട്ടിട്ടാണ് ഇവരെ പുറത്തു വിട്ട് ചോറ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചോറ് തിന്നണ സമയത്ത് ഇവർ ചിലപ്പോൾ അടി കൂടിക്കളയും. അടി കൂടുന്ന പറഞ്ഞാൽ ഇനി മക്കളിവിടെ കിടന്നു കേട്ടാ. എവിടെ പെട്ടെന്ന് ചോറ് കഴിക്ക്. ആശു കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഒരു കുട്ടി പോയി ചോറ് കഴിക്കും. എവിടെയാ ചോറ് കഴിക്കും? വാടി ചോറ് കഴിക്കാൻ വേണ്ട. ഇനി വാ. ആശുക്കൂട്ടം കണ്ട ഒക്കെ കഴിച്ച് തീർത്തിട്ട് ആ മരത്തിൻ്റെ ഒട്ടി ഒളിച്ചിരിക്കണേണ്ട കണ്ട. നീ അവിടെ പോയി വെളിയിൽ നോക്കി പൂടേം പെരുപ്പിച്ചേണ്ടതില്ലേ. നിൻ്റെ ചോറും കൂടെ അവൻ തിന്നിട്ട്. അവളിവിടെ ഭയങ്കര ദേഷ്യമൊക്കെ അറിയാമെന്ന് നിൽക്കുന്നു കണ്ടോ. ഇതിലേ കൂടെ നോക്കിയിട്ടാണ് വെളിയിൽ കൂടെ നായ്ക്കൾ പോകണത് നോക്കിയിട്ടാണ് ഇവിടുത്തെ അടിയും ബഹളവും ഒക്കെ നടക്കുന്നത്. അതിലെ ഒരു നായ്ക്കൊക്കെ പൊയ്ക്കൂടെ അവർക്കാവും അവൾ ഇതിനകത്ത്. പിന്നെ അതങ്ങനെ അപ്പം ഓരക്കുട്ടി കഴിച്ചു തുടങ്ങിയിട്ട് ആശുക്കുട്ടി എഴുന്നേറ്റ് പോയ സമയം നോക്കിയാണ് ഓർച്ചി വന്ന് അവളെ പാത്രം എടുത്ത്. അല്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല. അവളോടെ ചണ്ട പിടിക്കാൻ നിൽക്കും. അവൻ്റെ പാത്രത്തിൽ നിന്ന് കിടന്നിട്ട് പിന്നെ അവൾക്ക് ചോറിൻ്റെ അടുത്തൊന്നും പോകണ്ട. നിൻ്റെത് കഴിഞ്ഞില്ലേ, അവളെടുത്തിട്ട് തരും നിനക്ക്. അവിടെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല കേട്ടോ ആശുക്കുട്ടാ. അവിടെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിൻ്റെ ചോറ് നീ തിന്നു തീർന്നു, അവളെ ചോറ് അവളും തിന്നിട്ട്. അപ്പം ശരി, പെട്ടെന്ന് കഴിക്കട്ടോ അവനെ.